ആ മനസ്സിലായി. ആണോ? ഓ, ഞാൻ നാളെ 2024 കടക്കാണ്. എന്നെ കരയിപ്പിക്കുന്ന തോന്നുന്നു എല്ലാരും കൂടെ. ഏ കേട്ടില്ല. അയ്യോ, എനിക്ക് സത്യമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് എല്ലാരും ഇങ്ങനെ പറയുമ്പത്തേക്ക്. അയ്യോ എനിക്കൊരു ഭാവിയുണ്ട്. ഞാൻ പറഞ്ഞേ. ഓക്കെ, നമ്മൾ ഇന്നിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതി പാസ്സായ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ നിമിഷമായിട്ടാണ് അല്ലേ. കാരണം എല്ലാ ടീച്ചേഴ്സിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അതായത് നിങ്ങളെല്ലാവരും പാസ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോടാണ് പറഞ്ഞത്. അതായത് നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ഒരു കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റിയിട്ടില്ല അല്ലേ. അപ്പം അതൊന്ന് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് അറിയാലോ, ടീച്ചേഴ്സിന് അത്രമാത്രം സന്തോഷമുണ്ട്. അവർ ഓരോരുത്തരും നമ്മളോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയുണ്ട് റിസൾട്ട്, ഈ പ്രാവശ്യത്തെ എല്ലാവരും പാസ് ഔട്ട് ആയോ. അവർക്കും ടെൻഷനാണ്. കാരണം അവർ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് അവർക്കും അറിയാനായിട്ട് ആകാംക്ഷ ഉണ്ടാവും. അപ്പം ഓരോരുത്തർ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോഴത്തേനും സന്ധ്യയുടെ കുട്ടി വരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ ഓഫ് ചെയ്തോ? കുഴപ്പമില്ല. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു, അതായത് നമുക്കറിയാം 2024 നമ്മൾ കടക്കാണ്, പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഒരു ഒത്തുചേരൽ, അതിന് മുൻപായിട്ട് ടീച്ചേഴ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷം, അതാണ് ഇന്നത്തെ നമ്മൾ പങ്കിടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഫീഡ്ബാക്കും കാര്യങ്ങളും മിസ്സുമാരോട് തന്നെ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങൾ നമ്മളെ വിശ്വസിച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടി. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ അല്ലേ, അതായത് നിങ്ങളൊക്കെ ഒരുപാട് ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഈ പഠനത്തിലോട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ആഡോ അല്ലെങ്കിൽ നമ്മുടെ പരസ്യമൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഈ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ്, ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമോ, ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും, പിന്നെ എല്ലാവരും കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവരാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പാസ് ഔട്ട് ആകുമോ അല്ലെങ്കിൽ പാസ്സാകുമോ എന്നുള്ള ഒരു ടെൻഷനിലൊക്കെ ആയിരിക്കും. പിന്നെ ഇത് ഫേക്ക് ആണോ അല്ലേ, സത്യമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം നിങ്ങൾ വേറെ സ്ഥലത്ത് നിൽക്കുന്നു, ഞാൻ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു, ഓൺലൈൻ ക്ലാസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെ പല തട്ടിപ്പൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം ഇപ്പം. അപ്പോൾ എന്നിട്ടും LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മിസ്സുമാരോട് പങ്കുവയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് ആരാ സംസാരിക്കുന്നത്? റീജ ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണ് പ്രസാദ് ചേട്ടനോട് തന്നെ ചോദിക്കാം ഫസ്റ്റ് തന്നെ. പ്രസാദ് ചേട്ടൻ എന്നാ പറയാനായിട്ടുള്ളത്? എനിക്കൊന്നു ഞാൻ അങ്ങനെ പേരൊന്നും ഇതുവരെയായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എന്നേക്കാളും ചിലപ്പോൾ മൂത്തതൊക്കെ ആയിരിക്കും. പക്ഷെ എന്തായാലും ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുക, അങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് വരെ അല്ലേ. പേരൊന്നും എടുത്ത് എനിക്കറിയത്തില്ല. കാരണം ആരൊക്കെയാണ് മൂത്തത് ആരൊക്കെയാണ് ഇളയത്, അങ്ങനെ വയസ്സിൻ്റെ വെച്ചിട്ട് ആരോടും അങ്ങനെ സംസാരിക്കാമല്ലോ. പിന്നെ ചിലരോട് മാത്രമേ പേരെടുത്ത് പറയുള്ളൂ. പ്രസാദ് ചേട്ടൻ്റെ ഒരു എന്താ ഫീഡ്ബാക്ക്? പ്രസാദ് ചേട്ടൻ എന്നെ ഇപ്പോൾ തോന്നുന്നേ ഇതിലൊക്കെ ജോയിൻ ചെയ്തു, 10ാം ക്ലാസ് ഒക്കെ പാസ്സായി. ഒരുപാട് സന്തോഷം തോന്നുന്നു. ആദ്യം തന്നെ ഇനി എല്ലാവർക്കും പാസ്ഔട്ടായ എല്ലാവർക്കും തന്നെ കൺഗ്രാജുലേഷൻ. അതിനുപരി പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും ഒരുപാട് നന്ദി അറിയിക്കും. ചേട്ടൻ എങ്ങനെയാ പിള്ളേരൊക്കെ എങ്ങനെയാ? ഇതിലെ അപ്സരാമസിന്റെ 2 യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഇത്തരമായത്. കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്തു. എനിക്കൊരു ഷോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ തിരക്കിനിടയ്ക്കും ഒരു ക്ലാസ്സുകളൊന്നും ഒരുപാട് കൂടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിന്റെ ഓരോ വാക്കുകൾ പ്രോത്സാഹനം കൊണ്ട് പിന്നെ അങ്ങോട്ട് തിരുവനന്തപുരത്ത് ചെയ്തു. പിന്നെ അവസാനം എക്സാം ടൈമിൽ കുറച്ച് നല്ല ക്ലാസ്സുകൾ ഉണ്ടായതുകൊണ്ട് എക്സാം ഒരുമാതിരി പാസ് ഔട്ട് ആവാൻ പറ്റി.
അതെ, എന്തായാലും ഭയങ്കര സന്തോഷമുണ്ടല്ലേ, കാരണം കുറേ നാൾക്കത്തെ ഒരു സ്വപ്നം കാര്യങ്ങളായിരിക്കും ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. വീട്ടിലെല്ലാവരും സപ്പോർട്ടായിരുന്നോ ചേട്ടൻ്റെ? കുഴപ്പമില്ല, ഞാനും പിള്ളേരും വൈഫുള്ളൂ. അതെ അതെ, ആ ആ. പിന്നെ സുരേഷ് ചേട്ടൻ എന്നാ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. ഞാനൊരു 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ യൂട്യൂബിൽ ഒരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ കയറിയത്. ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ അനുസരിച്ചിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സും നല്ല ആത്മാർത്ഥമായ ഒരു പ്രവർത്തനമായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഞാനൊരു വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലിക ജീവനക്കാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പമ്പ് ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത്. ഡ്യൂട്ടിയിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. അതിന്റെ ഇടയിലും പഠിക്കാൻ വേണ്ടിട്ട് 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷവും ഒരു 2 ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ. പിന്നീട് അത് മാറി കിട്ടി. പിന്നെ ടീച്ചർ പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ഒരു ഇന്ന രീതിയിൽ പോകണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്ന രീതിയിൽ അപ്പോൾ എല്ലാ ടീച്ചേഴ്സും കൃത്യമായി പറയുകയുണ്ടായി. അതിന്റെ ഭാഗമായി നല്ലൊരു എക്സാം എഴുതാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ല റിസൾട്ടും ഉണ്ട്. എല്ലാത്തിനും പാസ്സായിട്ടുണ്ട്. 7 സബ്ജക്റ്റും പാസ്സായിട്ടുണ്ട്. അപ്പോ അക്ഷര മാഡത്തിനും അതുപോലെ മറ്റുള്ള എല്ലാ ടീച്ചേഴ്സിനും അകമഴിഞ്ഞ എന്റെ കുടുംബത്തിലെയും നന്ദിയും പുതുവർഷ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഹപാഠിയായി ഇപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാവർക്കും കൂട്ടുകാർക്കും എന്റെ പുതുവർഷ ആശംസകൾ അഡ്വാൻസായി നേരുന്നു. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളവർക്കൊക്കെ സംസാരിക്കാം കേട്ടോ. ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറയാം. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, പറഞ്ഞോ. നിങ്ങൾ മിസ്സുമാരോട് സംസാരിക്കുക. ഷെഫീറ, സംസാരിക്കുക മിസ്സുമാരോട്. ഞാൻ മിസ്സിന്റെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. മിസ്സിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ഇതിൽ ജോയിൻ ചെയ്തത്. ഞാനും പ്രതീക്ഷിച്ചില്ല ജയിക്കുന്ന ഒരു വിശ്വാസമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഹൗസ് വൈഫാണ്, കുട്ടികള് ചെറിയ കുട്ടികളുണ്ട്, എല്ലാം പാടെ. പിന്നെയും അപ്സര മിസ്സിന്റെ എന്താ മോട്ടിവേഷൻ ഒരുപാട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ അതൊരുപാട് എക്സാം നല്ല പ്രയോജനം ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര ടെൻഷൻ, എനിക്ക് ഒരുപാട് ദൂരെയാണ് എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ആ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് അപ്സരയാണ് ആദ്യം ഓർമ്മ വന്നത്. അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതാന് സാധിച്ചു. അതുപോലെ എക്സാം പേപ്പർ എങ്ങനെ എഴുതണം അതൊക്കെ നമുക്ക് ടെൻഷൻ ഇട്ട കാര്യങ്ങളായിരുന്നു കുറെ വർഷത്തിന് ശേഷം അതൊക്കെ. പിന്നെ സ്വർണ്ണ മിസ് മിസ്സിനെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നേരിട്ട് കാണുന്ന കൂടെ ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം ഒരു തവണ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കും, അത് പഠിക്കേണ്ടി വരുന്നില്ല. ഞാന് ഓൺലൈൻ ക്ലാസ്സിലെ എല്ലാ മിസ് ചെയ്യാത്ത എല്ലാ ഓൺലൈൻ ക്ലാസ്സിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം റെക്കോർഡ് ക്ലാസ്സിനെ കാട്ടി ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആഗ്ര മിസ് എല്ലാ മിസ്സിനോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം എനിക്ക് അന്ന് എക്സാം റിസൾട്ട് എനിക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല, രാവിലെ എണീച്ചതോടെ ഞാൻ അറിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ച 7 സബ്ജക്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 7ലും ഇതായി പാസ്സായി. എല്ലാ മിസ്സിനും ഒരുപാട് നന്ദിയുണ്ട്. എൽബ അക്കാദമിയിലെ ടീച്ചേഴ്സ് തന്നെയാണ് മെയിനായിട്ട് അതിൽ വിജയം. അതുകൊണ്ട് എല്ലാവർക്കും അതുപോലെ എന്താണ് പാസ്സായ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അഡ്വാൻസായി പുതുവർഷ ആശംസകൾ നേരുന്നു. ഓക്കെ, ജെസിയക്ക് എന്താ പറയാനായിട്ടുള്ളത്? മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമിന്റെ ദൂരെ ക്ലാസ് കണ്ടിട്ടാണ് അമ്മ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ആദ്യമൊക്കെ ഞാനിങ്ങനെ 6 month കോഴ്സ് ആണെങ്കിൽ എങ്ങനെ എഴുതിയെടുക്കും, ആദ്യമൊക്കെ നമുക്ക് കോഴ്സ് വല്ലാതെ രീതിയായിരുന്നു. എങ്ങനെ എഴുതും ടീച്ചറിന്റെ ക്ലാസ്സിനെ ആയാലും ടീച്ചറിന്റെ മോട്ടിവേഷൻ കാരണമാണ് എനിക്ക് എന്തായാലും ഇത്രയും പെർസെന്റേജോടെ മാർക്ക് വാങ്ങി പാസ്ഔട്ട് ആകാൻ സാധിച്ചത്. മാത്രമല്ല സുവർണനും ആദ്രാമിസിനും ഗോപിതാമസിനും എനിക്ക് സബ്ജക്ട് എല്ലാ മിസ്സുമാർക്കും ഞാൻ നന്ദി പറയാൻ. അവരെ ദൈവം നന്നായി അനുഗ്രഹിക്കട്ടെ. തുടങ്ങും അപ്സരാമിസിനെ അനുഗ്രഹിക്കട്ടെ. ഇവരുടെ എല്ലാവരുടെയും മോട്ടിവേഷനും ഒരു മനസ്സിലാക്കി തന്ന ക്ലാസ്സുകളുമാണ് എനിക്ക് നന്നായിട്ട് എഴുതാൻ സാധിച്ചത്. അത് മാത്രമല്ല എക്സാമിന് മുമ്പും എനിക്ക് ബുക്ക് വാങ്ങി വായിച്ച കുട്ടികളൊക്കെ പറയാൻ ഇത് വായിച്ചിട്ടാണ് വന്നിട്ട് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടല്ലോ, നീ എവിടെയും
എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടായിരുന്നു ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു, ടെക്സ്റ്റിന്റെ കാര്യമായാലും നന്നായി പഠിക്കാൻ സാധിച്ചു. ഞാൻ ഈ വർഷം 4 എക്സാമാണ് എഴുതിയത്, 4 നന്നായി പാസ് ഔട്ട് ആവാൻ സാധിച്ചു. എല്ലാ ടീച്ചേഴ്സിനും എന്റെ നന്ദി പറയുന്നു. കൂടെ എന്റെ കൂടെ എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അടുത്തത് വിജിയുടെ വിജി ആണെങ്കിൽ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് വിജിയുടെ കെയർ ഓഫിൽ വിജി കുറേ സ്റ്റുഡൻസിന് ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. LB അക്കാദമിയുടെ ക്ലാസ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട്. വിജി എന്താ പറയാനായിട്ടുള്ള വിജി? കേൾക്കാമോ? വിജിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പോട്ടെ. രഞ്ജുവിന് എന്താ പറയാനായിട്ടുള്ളത്? രഞ്ജു ഓൾറെഡി ഒരു ഫീഡ്ബാക്ക് ഒക്കെ തന്ന് നമ്മളൊരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയതാണ്. എങ്കിലും ഓക്കെ, ആദ്യം തന്നെ എല്ലാവർക്കും ആശംസകൾ പറയുന്നു. പിന്നെ സുവർണാംശ ആദരാംശം നമ്മളെല്ലാരും സൗണ്ട് വഴിയുള്ള അറിവല്ലേ ഉള്ളൂ ഇപ്പഴെല്ലാരെയും കാണുന്നതൊക്കെ. എല്ലാരെയും കൂട്ടുകാരെല്ലാം ആ കറക്റ്റ് സമയത്ത് സുവർണ മിസ്സിന്റെ അവിടെ കറണ്ടും പോയെന്ന് തോന്നുന്നു. ആദ്യം കണ്ടു മിസ്സിനെ. ഓക്കെ, പിന്നെ മിസ്സിനെ എല്ലാം എക്സാമിനാണെങ്കിലും എല്ലാം നമ്മൾ അന്ന് പറഞ്ഞ പോയിന്റുകളെല്ലാം നോക്കിപ്പോയി. ആ പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ട് എല്ലാം വന്നത്. ഈ പറഞ്ഞ നമുക്ക് ജെസിയ പറഞ്ഞ പോണൊക്കെ അവിടെ ചെന്നപ്പോ ഈ കുട്ടികളൊക്കെ നമ്മുടെ ഗൈഡൊക്കെ വാങ്ങിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഗൈഡ് നോക്കും, നമ്മൾ എഴുതി വെച്ചതൊക്കെ നോക്കുന്നുണ്ട്. അന്നേരമൊക്കെ അവര് പറഞ്ഞു നേരത്തെ അറിയുന്നെങ്കിൽ പിന്നെ അവരും ചേർന്ന്. പിന്നെ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് മിസ് ഇങ്ങനെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ അവര് യൂട്യൂബ് ലിങ്ക് വഴി ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. പിന്നില്ല, അതെ അതെ അതെ. ഒരുപാട് പേര് അങ്ങനെ അവരറിഞ്ഞും കേട്ടോ ഒക്കെ ലിങ്കുണ്ട് യൂട്യൂബിലുണ്ടോ അങ്ങനെ കയറിയിട്ടുണ്ട്. അവരെന്റെ പേര് വരെ എഴുതിക്കൊണ്ട് പോയവരുണ്ട്. LB അക്കാദമി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനും ഇനി ഒരുപാട് കുട്ടികൾ വരട്ടെ. നല്ല പിന്നെ LB അക്കാദമി മുമ്പോട്ട് പോട്ടെ. എല്ലാ ആശംസകളും. വിജി ഞാൻ ഒന്ന് വിളിച്ചായിരുന്നു, കേട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ മിസ്സിന്റെ ക്ലാസ്സുകൾ LB അക്കാദമിനെ കുറിച്ച് അറിയാനും എനിക്ക് കഴിച്ചത്. ഞാൻ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോ ഈ അക്കാദമിയിലാണ് എഴുതിയത്. ഇതും +2 4 സബ്ജക്ട് എഴുതിയിട്ടുള്ളതും കൂടി എനിക്കത് നല്ല രീതിയിൽ പാസ്സാവാൻ കഴിഞ്ഞു. 10th നമ്മുടെ ഇവിടെ ആയിരുന്നു ചെയ്തത് അല്ലേ? 10ാം ക്ലാസ് ഇവിടെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ +2 നമ്മുടെ ഇവിടെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് അത്രയും മോട്ടിവേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും ഞാൻ ഒരു വർഷം ഗൂഗിൾ മീറ്റ് നടത്തുമ്പോൾ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് അത് പിന്നീട് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നല്ല ക്ലാസ്സുകളായിരുന്നു. എനിക്ക് നമ്മൾ എന്തായാലും ആ ഒരു എക്സാമിന്റെ സമയമായപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റിയത്, ടെക്സ്റ്റ് ബുക്കിലേക്കും ക്ലാസ്സിലേക്കൊക്കെ. അല്ലാതെ നമ്മൾ കുറച്ച് സ്ലോയിലായിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം നമുക്കറിയാലോ എല്ലാവരും ഓരോ പ്രശ്നം കൊടുത്ത് പോകുന്ന. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് വെച്ചാൽ അപ്സര മിസ് ആ ലാസ്റ്റ് ടൈമിലാണ് ഇതും കൂടി ഒന്ന് നോക്കിപ്പോണേ എന്നുള്ള ആ ഒരു കാരണം നമുക്കും ടെൻഷനല്ലേ. ഇനി നമ്മൾ പറഞ്ഞ എക്സാം നിങ്ങൾക്ക് ടഫായി പോയാലെന്ന് ഓർത്തിട്ട് നമുക്കും പേടിയാണ്. പിന്നെ ഓരോ എക്സാം കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു ആശ്വാസം. ഒട്ടുമിക്ക പറഞ്ഞു തന്നത് അത്രയും ഒരുപക്ഷെ ആ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. നമുക്ക് എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റും. അതൊക്കെ ദൈവത്തിന്റെ എന്തോ ഒരു ഇതായിട്ട് വരുന്നതാണ്. എന്തോ കടന്ന് ഇനി ഉയരങ്ങളിലെത്താൻ ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അടുത്തത് നമ്മുടെ ആരാ? രഞ്ജിനി. രഞ്ജിനി ഉണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില്. ശരിക്കും നല്ലതുപോലെ പറ്റിയിട്ടാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞാനിങ്ങനെ എന്തായാലും എഴുതി എടുക്കണമെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മാമിന്റെ ആ വീഡിയോ കാണാനിടയായത്. അത് കണ്ടപ്പോ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. എന്തായാലും എഴുതി എടുത്തേ പറ്റുമോ. അങ്ങനെ ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തിട്ട് സമയം വേണ്ട യൂട്യൂബിൽ കാര്യം എപ്പോ വേണമെങ്കിലും നമുക്ക് റെക്കോർഡ് ക്ലാസ് ആണ് വേണമെങ്കിലും കേൾക്കാനും പറ്റും. ഗൈഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈഡ് വായിച്ച് നോക്കിയിട്ടാണ് ഞാൻ എക്സാമിനെ പോയത്. ശേഷം ഞാൻ 7 സബ്ജക്റ്റാണ് എടുത്തത്. 7 എനിക്ക് നന്നായിട്ട് എഴുതാനും പറ്റി, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാ ടീച്ചേഴ്സിനോടും.
എല്ലാം നടക്കട്ടെ. ഞാൻ PSCക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. മാമിനോടും എല്ലാ ടീച്ചേഴ്സിനോടും വളരെയധികം നന്ദിയുണ്ട്. ഞാൻ റീജ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. റീജയ്ക്ക് സംസാരിക്കാനായിട്ട് പറ്റുമോ? സോറി മാം, കേട്ടില്ലായിരുന്നു. ഓക്കെ. ഹായ്, എന്റെ പേര് റീജ. ഞാൻ ആദ്യം ആക്ച്വലി വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. അവരങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും തന്നില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഇയർ അവിടെ വെറുതെ മിസ്സായി പോവുക ചെയ്തിരുന്നു. ഞാൻ ജോയിൻ ആയി കഴിഞ്ഞിട്ടും അവർ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുകയൊന്നും ചെയ്തില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് യൂട്യൂബിൽ ഇങ്ങനെ അക്ഷര മാമിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ മാമിനെ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ മാമാണ് ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തതെന്ന് എന്റെ ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കറക്റ്റ് ആക്കി തന്നത്. മാമിന്റെ അടുത്ത് ഞാൻ ഭയങ്കര അധികം താങ്ക്സ് ഉണ്ട് എനിക്ക്. പിന്നെ ഇപ്പം ക്ലാസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സയൻസ് എടുത്തിരുന്നു. അപ്പം സയൻസ് ആയിരുന്നു ഈ സബ്ജക്ട്സ് വന്നപ്പോൾ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവര് ഇപ്പം വീഡിയോ ക്ലാസ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഗൂഗിൾ മീറ്റിലുണ്ടായിരുന്ന ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ വളരെയധികം നന്നായിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ അല്ലാതെ നമ്മൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാലും ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് ഡൗട്ട്സ് ഒക്കെ പറഞ്ഞു തരും. ആ ഒരു സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്. ആക്ച്വലി ഈ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും, ഇത്രയും സബ്ജക്ട്സ് ഈ ഒരു കുറഞ്ഞ ടൈമിനകത്ത് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ചില മാമോ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇൻസ്പിറേഷനും പിന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി വരുന്ന എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. പാസ് ഔട്ടായ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. റസിയ കേൾക്കാമോ? ഓക്കെ. ആ റസിയ പറഞ്ഞോ. ഞാനീ പറഞ്ഞ പോലെ മാമിന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. വിചാരിച്ചത് നന്നായിട്ട് എനിക്ക് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ല ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. കുമാരാണെങ്കിലും എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അതുപോലെ ഫിസിക്സിന്റെ ശ്രീലക്ഷ്മി മാം ഒരുപാട് പ്രാവശ്യം ഞാൻ ഡൗട്ട് പേഴ്സണലായിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മടിയൊന്നും ഇല്ലാതെ രാത്രി ആണെങ്കിലും എനിക്ക് പറഞ്ഞ ഡൗട്ട് ക്ലിയർ ചെയ്തു. എക്സാമിന്റെ സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് റിവിഷൻ ചെയ്ത് തന്നു. അത് ഭയങ്കര ഉപകാരമായിരുന്നു. എല്ലാ മിസ്സുമാരും ബയോളജിയിലും കെമിസ്ട്രിയുടെ മിസ്സും എല്ലാവരും മാം എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാ സബ്ജക്റ്റിലും പാസ്സാകാൻ വേണ്ടി. അശ്മിക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? സംസാരിക്കാനായിട്ടുണ്ടോ? റിൻഷാന ഉണ്ടോ? റിൻഷാനക്ക് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടോ? എന്നാ പറഞ്ഞു. ഞാന് ഇവിടെ നെറ്റിന് കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ അതായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ആദ്യം തന്നെ എല്ലാ മിസ്സുമാരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഇപ്പൊ ഞാൻ അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഒന്നിലേക്കും നോക്കിയിരുന്നില്ല. ഫാമിന്റെ യൂട്യൂബില് ഞാൻ ക്ലാസ് കണ്ട് അതില് പിന്നീട് അങ്ങോട്ട് എനിക്ക് ഒരുപാട് പ്രോത്സാഹനം കാര്യങ്ങളും എല്ലാം കിട്ടി. മോനാണ്, മനസ്സിലായി. ടീച്ചറിനെ കാണാൻ വേണ്ടി വന്നത്. ആണോ? അപ്പൊ അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാന് വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയതാണ് സത്യമായിട്ടും. കാരണം ഗൂഗിൾ മീറ്റ് ആണെങ്കിലും റെക്കോർഡഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട്. കാരണം ഇപ്പൊ എല്ലാരും പറയണ പോലെ രാവിലെ പോകുന്ന ഞാൻ ബസ്സിൽ പോകുമ്പോഴൊക്കെ അത്രയ്ക്ക് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എല്ലാ മിസ്സുമാരോടും ഒരുപാട് താങ്ക്സ്. പറഞ്ഞാൽ എന്റെ ഹൃദയത്തെ തൊട്ടിട്ട് ഒരുപാട് വലിയ നന്ദി എന്റെ കുടുംബത്തിന്റെ എനിക്ക്. പിന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഓക്കെ മിസ്സേ, നമുക്കിനി മിസ്സുമാരോട് ചോദിക്കാം. ഇനി ആർക്കെങ്കിലും അവരുടെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ മിസ്സുമാരോട് സന്തോഷം പങ്കുവെക്കാനായിട്ട് താല്പര്യം. എനിക്ക് കുറച്ച് പേരുടെ പേര് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. ആർക്കെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടോ?
കറണ്ട് വന്നെങ്കിൽ ആ വീഡിയോ ഒന്ന് ഓണാക്കാമോ? സുവർണ മിസ് നല്ല ഒരുങ്ങിയൊക്കെ വന്നായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടിട്ട്. പക്ഷെ മിസ്സിന്റെ അവിടെ കറണ്ട് പോയി. അത് മിസ്സിന്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമിൽ മിസ് നല്ല സുന്ദരിയായിട്ട് സാരി കൊടുത്ത് നല്ല സെറ്റപ്പിൽ വന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അന്ന് നിങ്ങൾക്ക് ഭാഗ്യമില്ല, മിസ്സിനും ഭാഗ്യമില്ല. ഇനിയിപ്പം കറണ്ട് കറക്റ്റ് സമയത്ത് പോയില്ല മിസ്സേ. ഓക്കെ, മിസ്സിന്റെ നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം, കാണട്ടെ. നിങ്ങൾ എല്ലാരും കണ്ടു സന്തോഷിച്ചോ? ആർക്കെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടോ? ആതിര മിസ് ഉണ്ട്. ആതിര മിസ്സേ, മിസ് ചോദിക്കുന്ന എല്ലാരും. ആതിര മിസ് വീഡിയോ ഓൺ ചെയ്യാവോ? മിസ് ഉണ്ടോ? ആതിര മിസ് ഉണ്ടായിരുന്നല്ലോ. പിള്ളേര് ചോദിക്കുന്നുണ്ടല്ലോ ആതിര മിസ് എന്തിയാ? മിസ്സിന്റെ സൗണ്ട് ഒക്കെ കേട്ടിട്ടുള്ളൂ, കാണണം. മിസ് എന്താ പറയാനുള്ള ഇവരോട്? എന്തായാലും നല്ലൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെ LBയെ സംബന്ധിച്ച് 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്നുള്ള രീതിയിൽ. ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു ആദ്യമേ. കൊറോണ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിലോട്ട് പോയത്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഓൺലൈൻ ക്ലാസ് മൊത്തത്തിൽ ലോകമെമ്പാടും അറിഞ്ഞു. കുട്ടികൾ ഓരോ ബാച്ചിൽ, എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 12ാമത്തെ ബാച്ചാണ് കടന്നു പോയത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മിസ്സിനെ സംബന്ധിച്ച് മിസ്സിന് എന്താ ഇവരോട് പറയാനുള്ളത്? കാരണം നമ്മുടെ ഇത് 12ാമത്തെ ബാച്ചാണ്, ഈ ഒക്ടോബർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പം മിസ്സിന് എന്താ പറയാനായിട്ടുള്ളത്? നല്ലൊരു വിജയം ഇതിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റി. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറയട്ടെ. ഞാൻ LBയില് പഠിപ്പിച്ച ഫസ്റ്റത്തെ ബാച്ച് നിങ്ങളുടെയാണ്. അപ്പൊ അതിൽ തന്നെ ഇത്രയും വിജയം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ കുറെ പേരൊന്നും നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഓരോരോ ഒഴിവുകൾ എന്നല്ല പറയുന്നത്, അവരൊക്കെ ഓരോരോ ജോലി തിരക്കായതുകൊണ്ട് അവർ പറ്റി ചെയ്യാൻ പരമാവധി എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിന്റെ ഒരുവിധം പിള്ളേരൊക്കെ ഇപ്പോഴത്തെ ബാച്ചിലായാലും കഴിഞ്ഞ ബാച്ചിലായാലും ഒരുവിധം എല്ലാ പിള്ളേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതെ, ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ലൈവ് സെക്ഷനിലൊക്കെ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല പാസ്സായിട്ടുണ്ട് എന്ന് കേട്ടപ്പോ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇതിലൂടെ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പൊ പലവരും വീട്ടമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ പല ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കും കഴിയും എന്ന് നിങ്ങളും മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം പലവരും വീട്ടില് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് പഠനം നിർത്തിയിട്ട് സാധാരണ ഒരു വീട്ടു ജോലിയിൽ ഒതുങ്ങി കഴിയുന്ന അമ്മമാരുണ്ട്. അമ്മമാരുടെ കാര്യം മാത്രല്ല കേട്ടോ, നമ്മുടെ ജെൻസും ഉണ്ട്. നമ്മുടെ അങ്ങനെയാണല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ ഫാമിലിയിലേക്ക് ഒതുങ്ങിക്കൂടും. അപ്പൊ തിരിച്ച് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെയാണ് അബ്ദുറഹ്മാന്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമാണ്. നമുക്ക് നിങ്ങൾക്ക് വേണ്ട എന്തൊരു ഹെൽപ്പ് ചെയ്യാനും ഞാൻ റെഡിയാണ്. അതുപോലെ ഏതൊരു ക്ലാസ് കൊടുക്കാനാണെങ്കിലും ഞങ്ങളോട് അത് പറഞ്ഞ് ഇന്ന ടൈമിൽ ആ ക്ലാസ് കൊടുക്കണം. കാരണം എക്സാമിന്റെ ടൈമിലായാലും അത്രയും നിങ്ങളെ കൂടെ മോട്ടിവേറ്റ് ചെയ്ത ആൾ ഫാമിലിയുടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്കും ആളുടെ സംസാരം കേട്ടായാലും ഞങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാലും ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം നേരുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഷിംന മിസ്സിലോട്ട് പോകാം അല്ലേ? ഷിംന മിസ് സയൻസിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്ത് മിസ്സാണ്. എക്സാമിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റീജയ്ക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാകും. സയൻസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് പരിചയമുള്ളത് ഷിംന മിസ്. എനിക്ക് തോന്നുന്നു ഹ്യൂമാനിറ്റീസിനൊക്കെ ഹോം സയൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മിസ്സ്. ഷിംന മിസ്സേ, നമ്മുടെ ഈ ബാച്ചും നല്ല രീതിയിൽ തന്നെ ഒരു വിജയം. എനിക്ക് നമ്മുടെ ഷിംന മിസ്സൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ LB എന്ന് തൊട്ട് തുടങ്ങിയോ അന്ന് തൊട്ട് നമ്മുടെ കൂടെയുള്ള മിസ്സാണ് കേട്ടോ. ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഇവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. മിസ്സിനോട് ഞാൻ എന്ത് പറഞ്ഞാലും മിസ് ഓക്കെ പറയും. ഏത് ട്യൂഷൻ കേസ് വന്നെന്ന് പറഞ്ഞാലും മിസ്, ഏത് പാതിരാത്രിക്ക് എടുക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും ഓക്കെ വന്നൊരു മിസ്സാണ്. അപ്പോൾ മിസ്സേ, ഈ പ്രാവശ്യം നല്ലൊരു വിജയം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മിസ്സിന് എന്താ പറയാനായിട്ടുള്ളത് കുട്ടികളോട്? എനിക്ക് എപ്പോഴും പിള്ളേരുടെ ഇപ്പോഴും ഭയങ്കര ഹാപ്പി ഉണ്ട്. എല്ലാവരും പാസ്സായി എന്ന് പറയുന്നത്. അതിപ്പോ ഏത് ബാച്ചിലെ പിള്ളേരാണേലും. കാരണം എന്റെ
വിന്നേഴ്സിൽ നമുക്ക് അങ്ങനെയാണല്ലോ സ്റ്റുഡൻസ് വരുന്നത്. അപ്പം വളരെ ഹാപ്പി ഉണ്ട് കേൾക്കുമ്പോ. ഞാൻ മിസ് എപ്പോഴും പറയാറുണ്ട്, പിന്നെ ചില സ്റ്റുഡൻസ് നമ്പറൊക്കെ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്യാറുള്ളൂ. അപ്പൊ അവരൊക്കെ ബാക്കിയൊക്കെ അപ്സര മിസ് വഴി നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഭയങ്കര അവരൊക്കെ നമ്മളെടുത്ത് നല്ല രീതിയിൽ മിസ് പാസ്സായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഹാപ്പിയാണ്. നമുക്ക് അറിയാവുന്നത് കുറച്ചാണെങ്കിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ എനിക്ക് മേ ബി ചിലപ്പോൾ മിസ് പറഞ്ഞ പോലെ ഈ ഒത്തിരി വർഷമായി ഞാൻ മിസ്സും തമ്മില് LP അക്കാഡമിയിലും അപ്സര മിസ്സുമായിട്ട് ഞാൻ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. മിസ്സിനോട് കംഫർട്ടാണ്. പിന്നെ എന്റെ ടൈമിംഗ് പറഞ്ഞു കഴിഞ്ഞാലും പിള്ളേരുടെ ടൈം മാക്സിമം നമ്മൾ സ്റ്റുഡൻസിന്റെ ടൈമിംഗ് നോക്കാറുണ്ട്. ചോദിക്കും ഫസ്റ്റ് ഇതിൽ തന്നെ എത്രയാണ് നിങ്ങൾക്ക് ടൈമിംഗ് പറ്റുന്നത് എന്നൊക്കെ മാക്സിമം ചോദിക്കും. അപ്പം എല്ലാവരും ഇത് ഒരു തുടക്കമാവട്ടെ. ഇനിയും നിങ്ങൾക്ക് ടൈമൊന്നും പോയിട്ടില്ല. നല്ല രീതിയിൽ എല്ലാവരും ഫാമിലി ലൈഫൊക്കെ ആണ്, എന്നാലും ഒരുപാട് പേര് ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളെ ക്ലാസ് ഇടുമ്പോ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇതാണ്. അപ്പൊ എല്ലാവരും ക്ലാസ്സിനൊക്കെ കയറാറുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് എപ്പോഴും എല്ലാവരും മാക്സിമം കയറാൻ പറ്റാറുണ്ട്. അപ്പൊ പിന്നെ ഏറ്റവും എല്ലാരും പറയുന്ന പോലെ ഞാൻ അപ്സര മിസ്സിനെ വളരെ എന്റെ പുകഴ്ത്തുവാടോ ഞാൻ പൊങ്ങിപ്പോവും. പറയേണ്ടതാണ്. കാരണം ഇപ്പൊ ചിലപ്പം നമ്മൾ അത്രയും എഫേർട്ട്, ഇപ്പൊ നമ്മളൊരു ക്ലാസ് ഒരു 2-3 തവണയെങ്കിലും മിസ്സിന്റെ ഒരു കൺഫർമേഷൻ എടുക്കും. മിസ് പറ്റുമല്ലോ. കാരണം എനിക്ക് ഓൾറെഡി വേറെ കുറച്ച് ക്ലാസ്സസ് അവൈലബിൾ ആയതുകൊണ്ട് മേ ബി നമ്മൾ അപ്പൊ മിസ് ഒന്ന് ഓർമ്മിപ്പിക്കും. മിസ്സിനെ അറിയാം ആ ക്ലാസ്സസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മളെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കും. ഇപ്പൊ ഈവൻ ഈ പോലും പറഞ്ഞു അപ്പൊ തന്നെ മിസ്സിന്റെ അങ്ങനെ അത്രയും നമ്മളെ പോലും ഒന്ന് പുഷ് ചെയ്ത് വരും. അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ്. കാരണം ഒരാൾ ഇത്ര എഫേർട്ട് എടുക്കുന്നതാണെന്ന് നമ്മൾ ഓർക്കൂലേ അത്ര കുറച്ചെങ്കിലും. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിലും മാക്സിമം അവര് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ഫ്രീ ക്ലാസ് ആയിരുന്നു എനിക്ക് ഈ പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടത് വളരെ. കാരണം ഒത്തിരി പിള്ളേര് അതിനകത്ത് നമ്മളെ ഭാഗ്യം കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റുഡൻസിന്റെ ഭാഗ്യമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്തിരുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നു. അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ കെമിസ്ട്രി ഒക്കെ ആയിരുന്നെങ്കിൽ ഒത്തിരി ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞത് പോലും അതിനകത്ത് വന്നായിരുന്നു. അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക്. കാരണം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് തന്നെയാണ് നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് നോക്കി എന്നിട്ടൊക്കെയാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. ഓരോ മിസ്സുമാരും എടുക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യം നിങ്ങളുടെയാണ്. അപ്പൊ നിങ്ങൾ നല്ല സക്സസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ സക്സസ്, മിസ്സിന്റെ സക്സസ്. LP അക്കാഡമി ഇനിയും ഒരുപാട് വർഷങ്ങൾ നല്ല രീതിയിൽ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തുള്ള രീതിയിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. പഠിപ്പിക്കാൻ പറ്റുന്നോടത്തോളം ഇപ്പൊ എനിക്ക് നമുക്കൊക്കെ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും LP അക്കാഡമിയുടെ ക്ലാസ് ഞാൻ മാക്സിമം ഒന്നും മിസ് ചെയ്ത് കളയാറില്ല. എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടൈം ഷെഡ്യൂള് ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാറ്. വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ എല്ലാവരും ഇതിട്ട് ചോദിക്കും എന്തിനാ അത് എടുക്കുന്ന, എത്ര എഫേർട്ട് എടുത്ത്. കാരണം നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും അപ്സര മിസ്സിന്റെ ക്ലാസ് ആകുമ്പോൾ നമുക്കത് പോവാൻ ഭയങ്കര അത്രയും നല്ല രീതിയിൽ നമ്മളെ കോർഡിനേറ്റ് ചെയ്യും. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം. ഇനി അങ്ങോട്ട് നല്ല നല്ല വിജയങ്ങള്, ഇതൊരു തുടക്കമാവട്ടെ. നല്ല നല്ല വിജയങ്ങള് നിങ്ങൾ കൈവരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഇൻക്ലൂഡിങ് എല്ലാ ടീച്ചേഴ്സിനും മിസ്സിനും എല്ലാ സ്റ്റുഡൻസിനും. താങ്ക് യു. സുവർണ മിസ്സേ ഓക്കെ ആയോ? കറണ്ട് വന്നില്ലായിരിക്കും അല്ലേ? ഓക്കെ, അത് കുഴപ്പമില്ല. മിസ് എന്തായാലും മിസ് എന്താ പറയാനായിട്ടുള്ളത്? മിസ്സിന്റെ കുട്ടികളെല്ലാരും പാസ്സായിരിക്കുന്നു, സന്തോഷമായിരിക്കും. ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് എന്തൊക്കെയോ പറയണമെന്ന് ഓർമ്മൊക്കെ കയറി വരുന്നത് ഈ പിള്ളേരുടെ സന്തോഷം കണ്ടപ്പോഴേക്ക് എല്ലാം മറന്നു. എന്താ പറയാ, ഇത്രയും കുറച്ചു പേരൊക്കെ കുറച്ച് നാള് അതായത് കുടുംബം പ്രാരാബ്ദവും അതിനൊക്കെ ഇടയ്ക്കൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ഫെയിലായിട്ട് റെഗുലർ ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഫെയിലായിട്ട് വന്ന് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോ നമ്മുടെ ക്ലാസ് ഇത്രയും വീഡിയോ ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്തോ? കുഴപ്പമില്ല. ഹലോ, മിസ്സേ പറഞ്ഞോ. ഇപ്പൊ ഇത്രയും ഒരു വിജയ ശതമാനം ഉണ്ടായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും അതുപോലെ തന്നെ അപ്സര മിസ് യൂട്യൂബ് ക്ലാസ്സിലൂടെയൊക്കെ ആണെങ്കിലും കുട്ടികൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ലാസ്റ്റ് ടൈം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എക്സാം അടുക്കുന്ന ആ ഒരു
ചെയ്യുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ധർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ആ ഒരു ഗൈഡൻസിന്റെ പുറത്താണ് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമ്മള് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണെങ്കിലും ഒക്കെ അതൊന്നും വേറെ എല്ലാവരുടെ ഈവൻ കണ്ണുകൾ അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സുകളൊന്നും അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല. കാരണം സാങ്കേതിക വിദ്യയുടെ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോ സാഹചര്യങ്ങളുടെ പ്രശ്നമൊക്കെ കൊണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ഒക്കെ കൊടുക്കാന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിൽ കൂടി അതും കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കാൻ എൽപി അക്കാദമിയുടെ ഭാഗത്തു നിന്നുള്ള എഫോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നല്ലൊരു വിജയ ശതമാനം നമുക്ക് കിട്ടി. അപ്പോ യേശുവിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ജയത്തിൽ ഒതുക്കാതെ നിങ്ങൾ മുമ്പ് ചിലപ്പോ നിന്ന് പോയിട്ടുള്ളതായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ കാണും അല്ലേ? അപ്പോ ആ സ്വപ്നങ്ങളിലേക്ക് ഇനി നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്കൊക്കെ ഏജിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോ അത് അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ചിന്തിക്കുക. അതായത് ചില ഏജോറായി പോയ കാലത്തെ അവിടെ വരിക, പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്ന നോക്കുക. ജസ്റ്റ് ഒരു +2 കൊണ്ട് ഒതുങ്ങി പോകുന്നതല്ല. ഡിഗ്രി നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം പോയി പഠിക്കാൻ പറ്റാത്തവർക്ക് അറിയാലോ, നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു ടീച്ചിങ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അപ്പോ അത് പറയാൻ എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പൊ നമ്മുടെ കൂട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത്. നിങ്ങൾ ഡിഗ്രിയോ PGയോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഡീഷണൽ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ജോലിക്ക് പോകാൻ താല്പര്യമുള്ള അങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. നമ്മൾ മരിക്കുന്നത് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഏറ്റവും നവമോടുകൂടി ചെയ്യാൻ പറ്റുന്നത് അല്ലെ? അപ്പോ നിങ്ങളത് മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഇവിടെ നിന്ന് പോകരുത്. എനിക്ക് അത് മാത്രമുള്ള ഒരു ആഗ്രഹം. ഇനി കൂടുതലൊന്നും പറയാനില്ല. സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ, പാർവതി മിസ്സേ. തന്നെ എല്ലാവർക്കും എന്റെ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ നമുക്കും അതുപോലെ തന്നെ സന്തോഷമാണ്. കാരണം നമ്മളും എല്ലാരെയും പോലെ തന്നെ ഇങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തായിരിക്കും റിസൾട്ട് അറിയാൻ വേണ്ടി. അപ്പം എല്ലാരും അവരുടെ വയസ്സോ അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികളോ ഒന്നും കാര്യമാക്കാതെ തന്നെ പഠിച്ച് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ആരും തമ്മിൽ കാണാതെ ഇങ്ങനെ ഓൺലൈനായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നല്ലൊരു ഗൈഡൻസ് തന്ന് അപ്സര മിസ്സിനും പ്രത്യേക ഒരു മിസ്സിന്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എഫേർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലാസിക് ഫ്രോം നല്ല രീതിയിൽ തന്നെ. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി എന്റെ കൺഗ്രാറ്റുലേഷൻ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, കൃഷ്ണ മിസ് ഉണ്ടോ? കൃഷ്ണ മിസ് ലെഫ്റ്റ് ആയായിരുന്നോ? ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു അല്ല മിസ്സേ? അവൻ തോന്നുന്നു. അനിത മിസ് ഉണ്ടോ? ഓക്കെ, അനിത മിസ് ഉണ്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? ഉണ്ട്. ആ, മിസ് ഇവിടെ ഹിന്ദി പഠിപ്പിക്കുന്ന മിസ്സാണ്. മിസ് എന്താ ഈ സന്തോഷത്തില് മിസ് പങ്കുചേർത്ത മിസ്സിനുടെ ഫീലിംഗ് എന്താണ്? സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് തന്നെ തോന്നുക, ഇത്രേ ഓരോരുത്തരും ഓരോ ജോലിയിലും ഇതിലും എല്ലാം പോയി ഇത്രേ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് അതിശയം തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യം മിസ്സിനോടാണ് നന്ദി പറയുന്നത്. പാർവതി പറഞ്ഞു നല്ലപോലെ മിസ്സിന്റെ കഴിവിനെ കുറിച്ച് പാർവതി എന്നോട് പറയാറുണ്ട്. മിസ്സിന്റെ ഒരു എഫേർട്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളിലല്ല. അതാണ് ഇത്രയും പേരെ നല്ലൊരു റിസൾട്ട് കാഴ്ചവെക്കാൻ പറ്റിയതിന് മിസ്സിന്റെ ഒരു കഴിവാണ്. അങ്ങനെ ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുക മിസ്സിന്റെ കഴിവിനെ. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ടീച്ചേഴ്സും പറഞ്ഞു കേട്ട് ഞാനിപ്പോ ഈ വർഷമാണ് ആദ്യമായിട്ട് അങ്ങനെ വന്ന. പാർവതി പറഞ്ഞു എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ട് മിസ്സിനെ അറിയായിരുന്നു. അപ്പൊ നല്ല ഇവരെല്ലാം ജോലിക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് ഈ കുഞ്ഞുപിള്ളേരിപ്പം ആ ഒരു ഒരാള് തന്നെ ഒരു സ്റ്റുഡന്റ് തന്നെ സംസാരിക്കുമ്പോ ആ കുഞ്ഞ് അന്നേരം മതി ഇതിലിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഓർത്തു ഇതിനെയൊക്കെ ഇട്ടച്ച് എങ്ങനെ ഇത്രയും ഒന്ന് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇത്രയും റിസൾട്ട് അതിന് ഭയങ്കര സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻ. പിന്നെ എന്താ പറയുന്നത്, ഞാൻ വലിയ കുട്ടികളാം വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെ ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടീച്ചേഴ്സ് വന്നിട്ടില്ല. അതായത് നമ്മുടെ ശ്രീലക്ഷ്മി മിസ്, സയൻസിലെ ശ്രീലക്ഷ്മി മിസ് വന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബയോളജി എടുക്കുന്ന മിസ്സുണ്ട്. മിസ് ജസ്റ്റ് കുഞ്ഞു വാവയുള്ളൂ നിങ്ങളെപ്പോലൊക്കെ തന്നെ. അപ്പോൾ വാവയുള്ളതുകൊണ്ട് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്.
പിന്നെ നമുക്കുള്ളത് കൃഷ്ണ മിസ്സാണ്, കെമിസ്ട്രി എടുക്കുന്ന മിസ്സുണ്ട്. പിന്നെ ഐശ്വര്യ മിസ്സുണ്ട്. ഐശ്വര്യ മിസ് ഉണ്ടായിരുന്നു, അപ്പം മിസ്സും ലെഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാ ടീച്ചേഴ്സിനും പക്ഷേ നിങ്ങൾ പാസ് ഔട്ട് ആയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എല്ലാ പ്രാവശ്യവും നമുക്ക് ഇങ്ങനെ തന്നെയാണ്, എല്ലാ ബാച്ചും ഇതേപോലെ തന്നെ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കുട്ടികളിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനൊരു മീറ്റിംഗ് എന്താ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങൾ കുറേ പേരൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് വിഷമവും തോന്നുന്നുണ്ട്, എന്താ സന്തോഷവും തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എത്രമാത്രം എഫോർട്ട് എടുത്തെന്ന് പറഞ്ഞാലും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരാണ് ഞാൻ പറയില്ല. അപ്പം ഞാനൊരു ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ പോലും എല്ലാ ടീച്ചേഴ്സ് ആ ഒരു സമയത്ത് എടുക്കണം. മിസ് എങ്ങനെയായാലും കൊടുത്തു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം എന്ന് പറയാനുള്ള അവരുടെ ഒരു മനസ്സുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തുള്ള പബ്ലിക്, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഞാൻ പറയില്ലേ, പഠിപ്പിക്കുന്ന ആ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവർക്കാണ് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നത്. കാരണം അവർ ക്ലാസ് എടുത്ത് തരുന്ന കുട്ടികൾ നിങ്ങൾ ഇത്രയും എഫോർട്ട് എടുത്ത് അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അവർ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നല്ലൊരു വിജയം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറിയ കുട്ടികളൊക്കെ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങളിൽ കൂടെ എല്ലാവരും പോകുന്ന. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ടീച്ചേഴ്സിനാണ് കൂടുതൽ സന്തോഷമാകുന്നത്. എനിക്ക് തോന്നുന്നു പഠിപ്പിക്കുന്നതിനെ ബേസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പോയി അത്രയും നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അത് കേൾക്കുമ്പോൾ ടീച്ചേഴ്സിനായിരിക്കും കൂടുതൽ ഒരു സന്തോഷം കാര്യങ്ങൾ. അതുകൊണ്ടാണ് എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ട് ഇങ്ങനെ ഒരു മീറ്റപ്പ് വെച്ചത്. കാരണം നിങ്ങളും ഒന്ന് കണ്ടോട്ടെ എന്ന് ഓർത്ത്. കാരണം എല്ലാവരും ഈ വോയിസിലൂടെ, ഇപ്പോൾ എന്നെ തന്നെ എല്ലാവരും വോയിസിലൂടെ മാത്രമേ കേൾക്കുന്നു, ഡയറക്റ്റ് ആരും കാണുന്നില്ലല്ലോ. എന്നിട്ടും ഇതുപോലെ നമ്മുടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു, നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റി. അതുപോലെ തന്നെ നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് തന്നെ മിസ്സുമാരോട് സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ഒപ്പം നിന്ന് നമ്മുടെ ഒപ്പം നിന്ന് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് അപ്സര മിസ്സിൻ്റെ ആ ഒരു രീതി നോക്കാതെ നമ്മുടെ ഒപ്പം തന്നെ എന്നും അന്നും ഇന്നും എല്ലാം ഒരുപോലെ സഹകരിച്ച് നമ്മുടെ സ്ഥാപനമാണ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ സഹകരിച്ച് നിൽക്കുന്ന എല്ലാ ടീച്ചേഴ്സും, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളും, അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ബാച്ചിലെ കുട്ടികളും അല്ലേ, പുതിയതായിട്ട് വരാൻ പോകുന്ന കുട്ടികളും, എല്ലാവർക്കും ഇതൊക്കെ ഒരു നല്ലൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ നല്ലൊരു പുതു വർഷം എല്ലാവർക്കും നല്ലതായിട്ട് വരട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അതായത് നിങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ ജോയിൻ ചെയ്തല്ലോ, അത്യാവശ്യം ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പേരൊക്കെ ലെഫ്റ്റ് ആയി പോട്ടെ, എന്നാലും പറഞ്ഞപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തു. ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ പറ്റി, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിച്ചു. ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി മുമ്പോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ മിസ്സുമാർ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിൽക്കില്ല, മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാ ടീച്ചേഴ്സും എല്ലാവരും ഒരു മോട്ടിവേഷൻ, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് പോവുക, പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് നല്ലൊരു വിജയം ഇനി മുമ്പോട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിർത്താം. എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കണം. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ലെഫ്റ്റ് ആയിക്കോ എല്ലാവരും. സന്തോഷം. അത് മനസ്സിൽ മായാതെ കിടക്കണ്ടേ. അയ്യോ, എനിക്ക് സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് എല്ലാരും ഇങ്ങനെ പറയുമ്പത്തേന്. അയ്യോ മതി. അതെന്താണ് പറയുന്നത്, അധികം മിസ്സിനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് മിസ്സിന് തിരക്കായിരിക്കും, ഒക്കെ ഉള്ളതല്ലേ, അങ്ങനെയൊക്കെ ശരിക്കും മെസ്സേജ്. അതുകൊണ്ട് എനിക്കൊരു വാവയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ചില നേരത്തൊക്കെ എനിക്കും ചിലപ്പോൾ കോൾ ഇടും. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ എനിക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഫുൾ ടൈം നമുക്കിങ്ങനെ ഇതിലേക്ക് ഇപ്പം ചില നേരത്ത് വിളിക്കുമ്പോഴൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം നമുക്ക് ഓരോരോ സാഹചര്യങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ.
അപ്പം ഇതെന്റെ ബേബി ഇത്. അപ്പൊ ഞാൻ ഇവനെ ഇട്ടിട്ടാണ് ഇതാക്കുന്നത്. ഇപ്പൊ ഇതിലേക്ക് വന്നിട്ട് ഇവനെ മാറ്റി നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവന് 2 വയസ്സായിട്ടുള്ളൂ. ഇതിന്റെ ചേച്ചിമാരൊക്കെ നിൽക്കുന്നു. ടാറ്റ പറ ടാറ്റ ടാറ്റ. ഉമ്മയും കൊടുത്തേക്ക്. ടൂൾസ് ഒക്കെ എടുക്കുന്നുണ്ട്. ടാറ്റ കൊടുക്കാൻ, അതേ ഉമ്മയും കൊടുക്കാൻ കേട്ടോ. അപ്പൊ അങ്ങനെ ആ അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സാമിന് വന്ന സമയത്ത് എല്ലാവരും ക്ലാസ്സിൽ ഇല്ല എന്ന് പറയുമ്പോൾ ക്ലാസ്സിൽ വേണോ വേണോ എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ഭയങ്കര സന്തോഷം. ഭയങ്കര ആഹാ. ഞാന് നിങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു. എനിക്ക് കരയില്ല, കഴിഞ്ഞ ദിവസം അതുപോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമം. ഓക്കെ, സന്തോഷം കേൾക്കുമ്പോ. ലെഫ്റ്റ് ആയിക്കോ എന്നേ. ശരി ശരി.